ഒരു ദിവസം രാത്രി വെറുതെ ഇരുന്ന എന്നെ യൂസ് ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു, ഡാ നീ ഈ ഒരു പെർഫ്യൂം ഒന്ന് ട്രൈ ചെയ്യണം, നീ ഇത് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വായി നോക്കും. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് പുറത്താണ് ഞാൻ ഈ സാധനം വാങ്ങിയത്. എനിക്ക് വേറെ ഒന്നും അറിയില്ല, ഞാൻ അതിന്റെ നോട്ടും കാര്യങ്ങളൊന്നും നോക്കിയില്ല, എന്താണെന്ന് നോക്കിയില്ല. പക്ഷേ മോണ്ടാലെ ഇന്റൻസ് റോസസ് മസ്ക് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. ഒറ്റ ഡയലോഗ്, നീ ഇത് വാങ്ങിയാൽ, ഇത് ട്രൈ ചെയ്താൽ, നീ അടിച്ചിട്ട് വന്നാൽ ഞാൻ നിന്നെ വായി നോക്കും. ആ ഒരൊറ്റ വാക്കിലാണ് ഞാൻ ഈ സാധനം ഓർഡർ ചെയ്യാൻ നോക്കിയത്. പക്ഷെ ആ സമയത്ത് ഓർഡർ ചെയ്യാനായിട്ട് ഈ സാധനം അവൈലബിൾ അല്ലായിരുന്നു നാട്ടിൽ. ഇപ്പം ഞാനത് വാങ്ങി, എനിക്ക് ഒരെത്തും പിടിയുമില്ല, നോട്ട് പോലും വായിച്ചിട്ടില്ല, ബ്ലൈൻഡായിട്ട് ട്രൈ ചെയ്യണം. ഇപ്പോൾ പെർഫ്യൂം മോണ്ടാലെ ഇന്റൻസ് റോസസ് മാസ്ക് എക്സ്ട്രേറ്റ് ഡേ പെർഫ്യൂം, എക്സ്ട്രേറ്റ് വെർഷൻ ആണ്, EDP പോലും അല്ല, അതിന്റെ അടുത്ത പടിയാണ്, സ്ട്രോങ് ആയിരിക്കും. ബാച്ച് കോഡ് 135223. ഇവിടെ മോണ്ടാലിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളാണ്, വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. കണ്ടില്ലേ, ഇത് പിങ്ക് കളർ, ഇത് യൂണിസെക്സ് ആണ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. കൊള്ളാം. ബോട്ടിൽ കണ്ടാൽ തന്നെ അറിയാം ഇത്തിരി സീനാണെന്നുള്ളത്. ബ്ലൈൻഡ് ആയിട്ട് ട്രൈ ചെയ്യണം, എനിക്കറിയില്ല മണം എന്താണെന്നുള്ളത്. എൻ്റെ നോസ്ട്രൽസ് എല്ലാം കത്തിപ്പിടിച്ചു. ഇൻസ്റ്റന്റ് ആയിട്ട് കയറി വരുന്നത് ഹെവി റോസ്. ഇത് ഈ കളറിലുള്ള റോസ് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കും. ഈ നിറത്തിലും ഈ രണ്ട് നിറത്തിലുള്ള റോസ്, ഈ നിറം അറിയാം, ഈ നിറം നിങ്ങൾക്ക് അറിയാം. ഈ രണ്ട് നിറത്തിലുള്ള റോസിന് എന്ത് മണമായിരിക്കും വരിക എന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കേ. അതിൽ മൂക്കിനോട് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്ത് മണമായിരിക്കും കിട്ടുന്നത്? അല്പം ഡാർക്കായിട്ടുള്ള റോസിന്റെ മണം, അല്ലെ, റോസാപ്പൂവിന്റെ മണം, പനിനീർ പൂവിന്റെ മണം. ഓക്കെ, ഇപ്പൊ അതൊന്ന് ആ റോസിന്റെ ആ ഒരു ഓപ്പണിംഗ് ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ കയറി വരുന്നത് ഒരു സോപ്പി ക്ലീൻ സ്മെല്ലാണ്. ക്ലീൻ സോപ്പി സ്മെല്ല്, അപ്പോൾ ഒരു സോപ്പി ഫ്രഷ് ഫ്ലോറൽ മസ്കി. ഇത്രയാണ് എനിക്ക് കിട്ടുന്നത്. ബാക്കി ഞാൻ പിറ്റേ ദിവസം പറയാം. ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട്, ഇടിയും മഴയും പെയ്യുന്നുണ്ട്, ഇതിനൊക്കെ ചേർന്ന കാലാവസ്ഥയാണ്. ഇപ്പം അടിച്ചിട്ടുണ്ട്, ഇനി ഞാൻ ഷർട്ടിൽ അടിക്കും. എന്നിട്ട് എത്ര നേരം നിൽക്കുന്നുണ്ടെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗത്ത് ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് ട്രൈ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു, മോണ്ടാലെ ഇന്റൻസ് റോസസ് മാസ്ക്. ഇത് വാങ്ങാനുണ്ടായ ഒരു രസകരമായ ഒരു കഥയും ഞാൻ പറഞ്ഞിരുന്നു. കഥയില്ല, സംഭവം ആൾ വീഡിയോ കാണുന്നുണ്ട്. അതുപോലെ ഈ സംഭവം നടന്ന സമയത്ത് ഞാൻ ഒന്ന് രണ്ട് പേരോട് പറഞ്ഞിരുന്നു, അവർക്കും അറിയ കാര്യം. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷമാണ് ഞാനിത് വാങ്ങാനുള്ള കാരണം. അതൊരു തമാശയ്ക്ക് പറഞ്ഞാണ്, ഒരിക്കലും അങ്ങനെ നിങ്ങൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ഒരു സ്പ്രേ അടിച്ചത് കൊണ്ട് ഒരാൾ നമ്മളങ്ങനെ നോക്കണമെന്നൊന്നുമില്ല. പല കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഒരാൾ നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത്. അതിലൊരു ഘടകം മാത്രമാണ് പെർഫ്യൂം. എനിവേ, അപ്പോൾ ഇതിന്റെ നോട്ട് എന്ന് പറയുന്നത്, മെയിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റോസ്, മസ്കി, ആംബർ, പൗഡറി, ഫ്ലോറൽ. ഇത് മേക്ക് ചെയ്തത് പേരി മൊണ്ടാലിന്റെ ഓണർ തന്നെയാണ്. 2015 ഏകദേശം 10 കൊല്ലമായി. ഇപ്പോഴും മോണ്ടാൽ ലൈനപ്പിൽ ഏറ്റവും അധികം സെയിൽ ചെയ്യപ്പെടുന്ന ഒരു പെർഫ്യൂമുകളൊന്നാണ് ഇന്റൻസ് റോസസ് മാസ്ക്. നമ്മുടെ പല പെർഫ്യൂം റിവ്യൂ ചെയ്യുന്ന പല വിദേശികളുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് മോണ്ടാൽ ഇന്റൻസ് റോസസ് മാസ്ക്. ഇതൊരു യൂണിസെക്സ് പെർഫ്യൂമാണ്. അപ്പം ലേഡീസ് കൂടുതലും യൂസ് ചെയ്യുക, അതുപോലെ മെൻസിന് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഇനി ഇതിൻ്റെ ടോപ്പ് നോട്ടല്ല, 3-4 നോട്ടുകളേ ഉള്ളൂ. 4 നോട്ട് എന്താണ്? ഒന്ന് റോസ്, പിന്നെ മസ്ക്, പിന്നെ ആംബർ, ജാസ്മിൻ. 4 നോട്ട്. ഇതിലെന്താ കൊടുത്തിരിക്കുന്നത്? ഇന്റൻസ് റോസസ് മസ്ക്. റോസിന്റെ നോട്ട് ഇന്റൻസ് ആണ്, അതുപോലെ തന്നെ മസ്കിന്റെ നോട്ടും ഉണ്ട്. ഇതിൽ കിട്ടുന്ന മസ്കിന്റെ സ്മെല്ലും റോസിന്റെ സ്മെല്ലും എന്താണെന്ന് ഞാൻ പറയാം, ട്രൈ ചെയ്യാം. പുള്ളിക്കാരി പറഞ്ഞതിലൊരു സത്യമുണ്ട് കേട്ടോ. ഇതൊരു പ്രണയം തോന്നിപ്പിക്കുന്ന ഒരു റോസിന്റെ സ്മെല്ലാണ്. ഈ റോസിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പോൾ ഒരാളോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഇഷ്ടം തോന്നിയാൽ നമ്മൾ തുറന്ന് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് റോസാപ്പൂ, വാലന്റൈൻസ് ഡേ, റോസ് കൊണ്ടുള്ള ബൊക്കെ. ഇതൊക്കെ എന്തുകൊണ്ടാണ് കൊടുക്കുന്നത്? ഒരു സ്നേഹത്തിന്റെ ഒരു സിമ്പിൾ എന്ന് വേണേൽ പറയാം റോസാപ്പൂ എന്ന് പറയുന്നത്. ഒരാൾക്ക് റോസാപ്പൂ സമ്മാനിക്കുക എന്നതിന്റെ അർത്ഥം അയാളെ ഇഷ്ടപ്പെടുന്നു, അയാളെ സ്നേഹിക്കുന്നു, അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെ? പ്രണയം തുറന്ന് പറയാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ അതൊക്കെ തന്നെ അല്ലേ. അപ്പൊ റോസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. പ്രണയം അല്ലെങ്കിൽ സ്നേഹം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് എല്ലാവർക്കും, ആണായാലും ശരി പെണ്ണായാലും ശരി. റോസിന്റെ മണത്തിന്, റോസാപ്പൂവിന്റെ മണത്തിന് അങ്ങനെ ഒരു പ്രത്യേകത. ഇത് സ്നിഫ് ചെയ്യുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. നല്ല റോസിന്റെ മണമാണ്. അത് നമ്മളിപ്പോൾ ഞാൻ റീസെന്റ് ട്രൈ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട റോസിന്റെ മണം. പുള്ളിക്കാരി പറഞ്ഞാലും സത്യം തന്നെയാണ്. കാരണം പലപ്പോൾ റോസ് യൂസ് ചെയ്യുമ്പോൾ ചില പെർഫ്യൂമിലെങ്കിലും, ചിലതല്ല ഒട്ടുമിക്ക പെർഫ്യൂമിലും റോസിന്റെ മണം ചേർക്കുമ്പോൾ റോസിനെ കൊഴുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ഡെലിബറേറ്റ്ലി ഊത് ചേർക്കും. ഈ ഊതും റോസും ചേരുമ്പോൾ
ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ഊത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് ഒരു പ്ലെയിൻ റോസ് ആയിട്ട് മാത്രം, റോസിന്റെ മണം ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം ഒരു പെർഫ്യൂം, നല്ലൊരു പെർഫ്യൂം ആയിരിക്കണം, പെർഫോമൻസ് വേണം, ലോങ്ജെവിറ്റി വേണം. അപ്പൊ അതിനുള്ളൊരു ഉത്തരവാണ് ഇന്റൻസ് റോസസ് മസ്ക്. റോസിനെ എത്രത്തോളം മനോഹരമാക്കാം അത്രത്തോളം മനോഹരമാക്കിയാണ് മോണ്ടാൽ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു തരി ഊതിന്റെ ആ ഒരു കുത്തുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള, വളരെ ലോലമായിട്ടുള്ള റോസാപ്പൂവിന്റെ ഇതളിന്റെ ഒരു മണം, നമ്മുടെ തൊടിയിലൊക്കെ വിളയുന്ന അതേ റോസിന്റെ മണം, നമ്മുടെ നാട്ടുപുറത്ത് വിളയുന്ന റോസിന്റെ മണം. നിങ്ങൾ എല്ലാവർക്കും അറിയാലോ മണം. റോസാപ്പൂവ് ഒരിക്കലെങ്കിലും ഇറുത്ത് ഒന്ന് സ്മെല്ല് ചെയ്തിട്ടില്ലാത്ത ഒരു ചുരുക്കമാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. എക്സാക്ട് ആ സെയിം സ്മെല്ലാണ്. പിന്നെ ഇതിനകത്തൊരു മസ്കിന്റെ സ്മെല്ലുണ്ട്. ആ മസ്കിനോട് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ചേർത്തിരിക്കുന്ന ഒരു മസ്കിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കൂ, റോസാപ്പൂക്കൾ ഇട്ട് വെച്ചിരിക്കുന്ന മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബാത്ത് ടബ്, ഒരു 4-5 മണിക്കൂർ നേരം റോസാപ്പൂക്കൾ മാത്രം നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ബാത്ത് ടബിൽ 4-5 മണിക്കൂർ വരെ റോസാപ്പൂക്കളുടെ സത്തുകൾ ഇറങ്ങി അതിൽ ലയിച്ച് കിടക്കുന്ന ആ ഒരു വെള്ളത്തിൽ നമ്മളൊരു 1-2 മണിക്കൂർ ഒന്ന് കിടക്കുന്ന കുട്ടിക്കും ആ വെള്ളത്തിൽ പൂർണ്ണമായും ഇറങ്ങി കിടക്കുന്നു, കഴുത്ത് മാത്രം വെളിയിലിട്ട്. അതിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു മണമില്ലേ, ആ റോസിന്റെ ഒപ്പം കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്, സംതിങ്, ഒരു കുളിച്ചതിന് ശേഷം ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഒരു തരം ഫ്രഷ്നെസ് ഇല്ലേ, ആ ഫ്രഷ്നെസ് മനസ്സിലായോ? അതായത് നമ്മൾ സോപ്പ് എന്താ പറയുക, ലെക്സ് സോപ്പ് വെച്ച് നമ്മൾ കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ, ലെക്സിന് റോസിന്റെ മണമുള്ള ഫ്ലേവറുള്ള ലെക്സ് സോപ്പ് വെച്ച് കുളിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു സോപ്പി ക്ലീൻ സ്മെല്ല് വരത്തില്ലേ, ആ സോപ്പി ക്ലീൻ എഫക്ട് മനസ്സിലായോ? ആ സോപ്പി ക്ലീൻ എഫക്റ്റ് ആണ് ഇതിൽ മസ്കായിട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ റോസിന്റെ മണവും റോസിന്റെ ക്ലീൻ മസ്കി സ്മെല്ല്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്? റോസാപ്പൂ ഇട്ട് വെച്ച വെള്ളത്തിൽ കുളിച്ചിറങ്ങിയ ഒരാൾ പുറത്ത് വരുമ്പോൾ വരുന്ന മണം എന്താണോ ആ മണമാണ് ഇതിൽ പൂർണ്ണമായും ഉള്ളത്. പിന്നെ ലൈറ്റായിട്ട് ജാസ്മിൻ ഉണ്ട്, അത് നിങ്ങൾക്ക് കിട്ടില്ല, വളരെ ചെറുതായിട്ട് നമുക്ക് കിട്ടും, ചെറുതായിട്ട് പേരിന് മാത്രം. സ്മെല്ല് ചെയ്യുമ്പോൾ മുഴുവനും ഈ റോസും മസ്കും പിന്നെ ലൈറ്റായിട്ട് ഒരു ആംബർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് പെർഫ്യൂമിന് ഒരു ക്യാരക്ടർ കൊടുക്കും, പെർഫ്യൂമിന് അല്പം സീരിയസ്നെസ് കൊടുക്കും. ഇത്രയാണ് ഇതിന്റെ നോട്ടും കാര്യങ്ങളും. എനിക്ക് അടിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ ഭയങ്കര ഫീലാണ്. നമ്മുടെ ഇപ്പം മനസ്സിൽ എനിക്ക് ഇന്നലെ തന്നെ ട്രൈ ചെയ്തപ്പോൾ പറയാൻ തോന്നിയതാണ്, ഈ കാതലർ ദിനം എന്ന സിനിമയിൽ റോജ റോജ എന്നുള്ള പാട്ട്, ആ പാട്ട് പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ പാട്ടിന്റെ തുടക്കം തന്നെ താജ്മഹലിന്റെ മുമ്പിൽ വിടർന്ന് പടർന്ന് കിടക്കുന്ന റോസാപ്പൂക്കളും അതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നടൻ ആ പാട്ട് പാടുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഒരു പ്രണയാതുരമായ ഒരു റോസിന്റെ മണമാണ് ഈ പെർഫ്യൂമിന്. കാരണം ഈ ഒരു മണം ഇൻവൈറ്റിംഗ് ചെയ്യും നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, അല്ലെങ്കിൽ പ്രണയമാണ് ശരിക്കും പറഞ്ഞ റോസിന്റെ മണത്തിന് ഒരു പ്രത്യേകത, പ്രണയം. അത് തന്നെയാണ് ഈ പെർഫ്യൂം ട്രൈ ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ കാതലർ ദിനം എന്നുള്ള പാട്ടിന്റെ കാര്യവും ആ പടവും ആ പാട്ടും ഈ ഒരു സ്റ്റോറിയും പറഞ്ഞതിന്റെ കാരണം അതാണ്. ഇത് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റൊമാൻറ്റിക് ഫീലാണ് വരുന്നത്. ഇനി മോണ്ടാലേക്ക് ലോങ്ജിവിറ്റിയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. മോണ്ടാലയുടെ പെർഫ്യൂം ലോങ്ജിവിറ്റി നോക്കരുത്, കാരണം അത് എക്സ്ട്രീം ആയിരിക്കും. ലോങ്ജിവിറ്റിയിൽ മോണ്ടാലയെ കവച്ചു വയ്ക്കാൻ വേറെ പെർഫ്യൂം ഇല്ല. അപ്പോൾ ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്, വളരെ സ്ട്രോങ് ആണ്. 8 മണിക്കൂറൊക്കെയാണ്, 8-9 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോങ് ലാസ്റ്റിംഗ് ആണ്, പ്രൊജക്ഷൻ വളരെ സ്ട്രോങ് ആണ്. ഞാനത് കൂടുതൽ വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം മോണ്ടാല ആയതുകൊണ്ട് തന്നെ. ആര് യൂസ് ചെയ്യണം? ലേഡീസും യൂസ് ചെയ്യണം, മെന്നും യൂസ് ചെയ്യണം. രണ്ടുപേർക്കും റോസിന്റെ മണം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് യൂസ് ചെയ്തോ, നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടും. ഒരു മിനിമം ഒരു 6 സ്പ്രേയിൽ അപ്പുറം അടിക്കണ്ട, അതിനപ്പുറം അടിക്കാൻ പാടില്ല. 6 സ്പ്രേ എന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആണ്. ഞാനത് കൂടുതൽ പ്രൊജക്ഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് 6 സ്പ്രേ റെക്കമെൻഡ് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 3 സ്പ്രേ മതി. ഓവർ പവറിംഗ് ആയിട്ട് ഞാൻ പറയുന്നത് 6 സ്പ്രേ. ഏത് കാലാവസ്ഥ, എല്ലാ കാലാവസ്ഥയിലും യൂസ് ചെയ്യാം. ഇപ്പോൾ തുലാമാസമാണ്, നല്ല മഴയും കാറ്റും കോളൊക്കെ ഉണ്ട്. ഈ ഒരു സമയം വളരെ നല്ലൊരു സമയമാണ്, പെർഫ്യൂം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടൈമാണ് ഈ ഒക്ടോബർ, ഈ നവംബർ, ഡിസംബർ, ജനുവരി ആയിട്ടുള്ള സമയം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സമയങ്ങളാണ്. ഏത് പെർഫ്യൂം എടുത്താലും നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതിലൊരു സോപ്പി ക്ലീൻ, ഞാൻ പറഞ്ഞില്ല, ഒരു സോപ്പി ഓറയുണ്ട്. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. ഓഫീസിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഓഫീസിൽ യൂസ് ചെയ്യാം, പക്ഷേ ഓവറായിട്ട് അടിക്കരുത്. ഞാൻ പറഞ്ഞ 2-3 സ്പ്രേ മതി. ഒരുപാട് സ്പ്രേ ചെയ്താൽ അതൊരു ബോറിംഗ് ആയിട്ട് മാറും, സ്ട്രോങ് ആവും. അപ്പോൾ 2 സ്പ്രേ, മാക്സിമം 3 ഓഫീസ് യൂസ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റോസിന്റെ മണമാണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. പക്ഷെ ഒരു കാര്യം, ഇത് ട്രൈ ചെയ്യാതെ നിങ്ങൾ വാങ്ങരുത്, ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യത ഉണ്ട്. കാരണം ഇത്തരം നീഷ് പെർഫ്യൂമുകൾ നമ്മൾ മസ്റ്റായിട്ട് അതൊന്ന് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ട്രൈ ചെയ്യാതെ ബ്ലൈൻഡായിട്ട് വാങ്ങിയിട്ട് നിങ്ങൾക്കത് വറുത്തല്ലെങ്കിൽ പിന്നെ അത് പണിയാവരുത്. കാരണം നിങ്ങൾ കൊണ്ട് നഷ്ടപ്പെടുത്താനിരിക്കുന്നത് ചിലപ്പം 9,000-10,000 രൂപയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ബ്ലൈൻഡായിട്ട് ഫുൾ ബോട്ടിൽ വാങ്ങാതെ ഇതേപോലെ ഡീക്കൻറ്റ് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡീക്കൻറ്റ് വാങ്ങുമ്പോൾ ഒരു ഗുണമെന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ട്രൈ ചെയ്തിട്ട് വറുത്താണെങ്കിൽ വാങ്ങാം. പിന്നെ ലോങ്ജിവിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. എനിക്ക് കിട്ടുന്ന എക്സാക്ട് സെയിം സ്മെല്ല് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, എത്ര നേരം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോംപ്ലിമെന്റ് കിട്ടുന്നതാണോ, നിങ്ങൾക്ക് പറ്റിയതാണോ എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം പെർഫ്യൂം എപ്പോഴും
സബ്ജക്റ്റീവാണ്. ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തിട്ട് വാങ്ങുക, ബ്ലൈൻഡായിട്ട് വാങ്ങരുത്. കാരണം റോസിൻ്റെ സ്മെല്ലാണ്, അല്പം സ്ട്രോങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് വർത്താണെങ്കിൽ വാങ്ങുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീക്കൻ്റെ 5 ml 10 ml അവൈലബിൾ ആണ്. കമൻറ്റിലും നമ്പർ മെൻഷൻ ചെയ്യാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം.